KSRTC ഡിപ്പോയിൽ ജലക്ഷാമം. കുടിക്കാൻ വെള്ളമില്ല, വൃത്തിഹീനമായ ശുചിമുറികളും. KSRTC ജീവനക്കാർ കൈകോർത്ത് ഒരു കുളം അങ്ങ് വീണ്ടെടുത്തു. 35 വർഷത്തിലധികമായി മണ്ണിലടിയിലായ കുളമാണ് ഇവർ തിരികെ പിടിച്ചത്. ആഴ്ചയിൽ 2 തവണ പണം കൊടുത്തു വാങ്ങുന്ന ജലത്തെ മാത്രം ആശ്രയിച്ചായിരുന്നു തിരുവനന്തപുരം വിഴിഞ്ഞം KSRTC ഡിപ്പോയിലെ ജീവനക്കാരുടെ ദുരിത ജീവിതം. ചൂട് കനത്തതോടെ കുപ്പിവെള്ളം വാങ്ങാൻ തുടങ്ങി. പക്ഷേ ചിലവ് അമിതമാണ്. ജലം കുടിവെള്ളത്തിനും പ്രാഥമിക ആവശ്യങ്ങൾക്കും തികയാതെ വന്നതോടെയാണ് 3 പതിറ്റാണ്ടിലേറെയായി മണ്ണിനടിയിലായിരുന്ന കുളം നവീകരിക്കാൻ ജീവനക്കാർ മുന്നോട്ട് വന്നത്. ആവശ്യം KSRTC അധികൃതരെ അറിയിച്ചു. ന്യായമായ ആവശ്യമായതിനാൽ കോർപ്പറേഷൻ പരിമിതിക്കുള്ളിൽ നിന്നും ഒരു തുക അനുവദിച്ചു. കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു സഹകരണം ഉണ്ടാവുകയും എന്നാൽ ആ പറഞ്ഞ പൈസയിലൊന്നും ഇത് തീരാതെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലാളികളെല്ലാം കൂടി ഇറങ്ങി തിരിച്ച് ഇതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളായിട്ട് ഇന്നത്തെ ദിവസം മുന്നോട്ടിറങ്ങിയത്. JCB സഹായത്തോടെ കുളം നവീകരണം ആരംഭിച്ചു. താഴ്ച കൂടും തോറും തുക തികയാതെ വന്നു. ഒടുവിൽ JCB മാറ്റി ഡിപ്പോയിലെ ജീവനക്കാർ ഒറ്റക്കെട്ടായി ഇറങ്ങി. ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് നമുക്ക് കുടിവെള്ളം കിട്ടുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും തികയാതെ വരുന്ന സാഹചര്യമാണ്. ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ബസ്സുകൾ വാഷ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെല്ലാം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുളനവീകരണമായിട്ട് ഇറങ്ങി തിരിച്ചത്. ഏകദേശം 10 ആൾ താഴ്ച എത്തിയപ്പോൾ മണ്ണും മാലിന്യങ്ങളുമായി ഇവിടെ നിന്നും മാറ്റിയത് 350-ലേറെ ലോഡ്. എങ്കിലും ജീവനക്കാർ തളർന്നില്ല. കുളം വൃത്തിയാക്കി ജലം സംഭരിച്ച് ബസ്സും ടോയ്ലറ്റുമൊക്കെ മോടിയാക്കണമെന്നായിരുന്നു ഇവരുടെ വാശി. KSRTC ജീവനക്കാരുടെ 1 മാസത്തിലേറെ നീണ്ട ഉദ്യമത്തിന് കൈത്താങ്ങുമായി കല്ലുവെട്ടാൻകുഴി ക്രൈസ്റ്റ് കോളേജിലെ NSS വിദ്യാർത്ഥികളും എത്തി. വളരെ വേഗം തന്നെ കുളം നവീകരിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും അവരുടെ ഒരു പ്രവൃത്തി ഗംഭീരമാണ്. പക്ഷേ ഈ KSRTC ജീവനക്കാർ മുൻകൈയെടുത്ത് തങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് അങ്ങോട്ട് ചെന്ന് പറഞ്ഞതിന് ശേഷമാണോ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടൽ വേണ്ടത് എന്നുള്ളത് ഒരു പരിശോധിക്കേണ്ട കാര്യമാണ്. അതേസമയം അവർ തന്നെ മുൻകൈയെടുത്താണ് ഇതൊക്കെ നടപ്പിലാക്കുന്നത് എന്നുള്ളതുമാണ്. അപ്പോൾ ഗോകുൽ, എന്തായാലും കയ്യും മെയ്യും മറന്നുള്ള ആ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായി സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ് ഈ കുടിവെള്ളക്ഷാമവും അതേപോലെ തന്നെ കഠിനമായ ചൂടും. എന്തായാലും ഇപ്പോൾ ഈ സംസ്ഥാനത്ത് പലയിടങ്ങളിലും കുടിവെള്ളം കിട്ടാക്കനിയായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ചില സാധ്യതകൾ തേടിക്കഴിഞ്ഞാൽ നമുക്ക് മുൻപുണ്ടായിരുന്ന ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിഴിഞ്ഞം KSRTC ഡിപ്പോ. ഡിപ്പോയോട് ചേർന്നുള്ള ഗരാജിനോട് ചേർന്ന് ഒരു 35 വർഷം പഴക്കമുള്ള ഒരു കുളമുണ്ട് എന്ന് മുൻകാല ജീവനക്കാരാണ് ഇപ്പോഴത്തെ ജീവനക്കാരെ അറിയിക്കുന്നത്. ആദ്യകാലത്ത് ഇവർ കുറേ മാസങ്ങളായി ഇത്തരത്തിൽ ഈ ടാങ്കർ ലോറിയിൽ വെള്ളം കൊണ്ടുവന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ കുപ്പിയിലെ മിനറൽ വാട്ടറും ഒക്കെ വാങ്ങിക്കൊണ്ടുമൊക്കെ ഇരുന്നു. ഈ സമയത്തും ഇത്തരത്തിലൊരു കുളമുണ്ടെന്നുള്ള കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം വലിയ താഴ്ചയുള്ള കുളമാണ്. ഈ കുളത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൽക്കെട്ട് കൊണ്ടുള്ള കുളമാണ്. വർഷങ്ങൾക്ക് മുൻപ് കെട്ടിയ കുളമാണ്. ഇങ്ങനെ ഒരു കുളം ഉണ്ടെന്നുള്ളൊരു കാര്യം പോലും സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ KSRTC ജീവനക്കാർക്ക്, ഇപ്പോഴത്തെ ജീവനക്കാർക്ക് പോലും അറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയാണ് മുൻ ജീവനക്കാർ പറഞ്ഞത് നിങ്ങളുടെ കുടിവെള്ള പ്രതിസന്ധിക്ക് അല്ലെങ്കിൽ മുൻപ് പലപ്പോഴും ആളുകൾ പരാതി പറയാറുണ്ടായിരുന്നു. ഈ പരാതി പ്രധാനമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നത് ശൗചാലയങ്ങളുടെ വൃത്തിയില്ലായ്മയാണ്. ആ വൃത്തിയില്ലായ്മയ്ക്ക് പ്രധാന കാരണം വെള്ളമില്ലായ്മയായിരുന്നു. അത് അത്തരത്തിൽ മുൻപോട്ട് പോകുമ്പോഴാണ് ഈ പരാതി എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് പോവുകയും തുടർന്ന് ഈ ഒരു പരിഹാരത്തിലേക്ക് ആളുകൾ എത്തുകയും ചെയ്തു. അങ്ങനെ ഈ കുഴി വൃത്തിയാക്കി കുളം കൂടുതൽ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായൊക്കെ മുൻപോട്ട് പോകുമ്പോൾ ഏറിയ പ്രതിസന്ധികളും ഇത്തരത്തിൽ ഈ തൊഴിലാളികളുടെ കാര്യത്തിലായിരുന്നു, അതേപോലെ തന്നെ ചിലവിൻ്റെ കാര്യത്തിലായിരുന്നു. അങ്ങനെ KSRTC ഡിപ്പോ ചെറിയൊരു തുക നൽകുകയും ചെയ്തു. KSRTC ഡിപ്പാർട്ട്മെന്റ് അനുവദിച്ച ആ തുക കയ്യിൽ നിൽക്കാതെ വന്നപ്പോഴാണ് ജീവനക്കാർ തന്നെ ഇറങ്ങിക്കൊണ്ട് ഈ കുളം വൃത്തിയാക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് മുൻപോട്ട് പോയതും. എന്തായാലും ഇപ്പോൾ നവീകരണത്തിന്റെ പാതയിലാണ്. ആ നവീകരണം എന്തായാലും ഈ ഒരു മാസത്തിനകം തന്നെ പൂർത്തിയാകുകയും ചെയ്യുമെന്നുള്ളതാണ്. കഴിഞ്ഞ 1 മാസമായി അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വെള്ളം കണ്ടു, ശുദ്ധമായ ജലം എത്തിയതിന്റെ സന്തോഷം അവർക്കുമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കും. കൂടുതൽ എന്തായാലും വെള്ളമില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അവർ സ്വയം ഇറങ്ങി തിരിച്ചു. KSRTC ജീവനക്കാർ സ്വയം ആ ഒരു പ്രശ്നം പരിഹരിച്ചു. ഗോകുൽനാഥാണ് ചേർന്നത്.